അരനൂറ്റാണ്ടിന് ശേഷം ഓർമ്മയുടെ സ്നേഹത്താണലിൽ അവർ ഒത്തുചേർന്നു. 1975 SSLC ബാച്ച് ഒത്തുചേരലിന് പൊന്നാനി AV ഹൈസ്കൂൾ സാക്ഷ്യം വഹിച്ചു. മെജസ്റ്റിക് ജുവല്ലേഴ്സ്, തിരൂർ. ഗോൾഡ്, ഡയമണ്ട്സ്, സിൽവർ ആൻഡ് വാച്ചസ്. സെലിബ്രേറ്റിംഗ് 50 years. അരനൂറ്റാണ്ടിന് മുമ്പ് സ്കൂളിലെ വ്യത്യസ്ത ക്ലാസുകളിൽ പഠിച്ചിരുന്നവർ കൂട്ടുകാരെ തേടിപ്പിടിച്ച് ഒരു ഗ്രൂപ്പിലാക്കി. 108ഓളം കൂട്ടുകാരെ കണ്ടെത്തി. പലരും ഇന്ന് ജീവിച്ചിരിപ്പില്ലെന്നതും അവർ വിഷമത്തോടെ തിരിച്ചറിഞ്ഞു. മാസങ്ങളായുള്ള ഒരുക്കങ്ങൾക്കൊടുവിൽ ജീവിത പങ്കാളിയെയും മക്കളെയും പേരക്കുട്ടികളെയും കൂട്ടിയാണ് ചിലരെത്തിയത്. അന്നവരെ പഠിപ്പിച്ച ചില അധ്യാപകരും സംഗമത്തിനെത്തിയിരുന്നു. അന്നത്തെ സ്കൂൾ ലീഡറും എതിരാളികളുമെല്ലാം ഓർമ്മകൾ പങ്കിട്ടു. അംഗങ്ങളിൽ ഒരാൾ PTA പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. സംസ്ഥാന കലോത്സവം വരെ എത്തിയ അന്നത്തെ നാടകത്തിലെ നായകൻ അദ്ദേഹത്തിന്റെ ഡയലോഗ് ഇന്നും ഓർത്തെടുത്ത് അഭിനയിച്ചു. 75 നാടകം തവനൂർ വെച്ചിട്ട് ഇവിടുന്ന് സെലക്ഷൻ കിട്ടി. തവനൂർ സ്കൂളിൽ വെച്ചിട്ടാണ് എന്ത് ഡിസ്ട്രിക്ട് ലെവലിലുള്ളത് നടന്നത്. അതിന് നാടക ദിവസം അവിടെ വന്നിട്ട് എൻ്റെ വീട് ഒഴിഞ്ഞെടുക്കുകയായിരുന്നു. അതിൽ വെച്ചിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു റിഹേഴ്സൽ നടത്തി. അവിടുന്ന് സെലക്ഷൻ കിട്ടി. പിന്നെ സ്റ്റേറ്റ് ലെവലും കിട്ടി. അങ്ങനെ ഒരു ഓർമ്മ ബാബുവോട് പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. എൻ്റെ അച്ഛൻ ഈ സ്കൂളിലെ ഒരു പ്യൂണായിട്ട് ജോലി ചെയ്തിരുന്ന നാണു എന്ന് പറഞ്ഞവരുടെ മകളാണ് ഞാൻ. എൻ്റെ പേര് ശാന്ത. ഞാൻ കടവനാട്ടിൽ നിന്നാണ് വന്നിരുന്നത്. ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് അയിലക്കാടാണ്. എനിക്ക് 2 കുട്ടികൾ. അവർ രണ്ടുപേരും ജോലി സംബന്ധമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എൻ്റെ ഹസ്ബൻഡ് എന്നെ വിട്ടുപോയിട്ട് 1.5 വർഷമായി. കുറേ മുഖങ്ങൾ പരിചയമുള്ള തന്നെയാണ്. ഒരു 10 ആളൊക്കെ എനിക്ക് മുഖപരിചയം പേരൊക്കെ മറന്നതായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ 2 ഡിവിഷനിലായിട്ടാണ് പെൺകുട്ടികൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ടായിരിക്കാം ക്ലാസ്സിലുള്ള കുട്ടികളെ നല്ലപോലെ പരിചയം ഉണ്ടായി. അപ്പോൾ അധ്യാപകരൊക്കെ നമ്മളെ പഠിപ്പിച്ചതായിട്ട് നേരത്തെ മോഹനം പറഞ്ഞപ്പോൾ ഭാസ്കര മാഷ് നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, ഞങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ നമ്മളാണ് ഇപ്പോൾ വയസ്സായിട്ടുള്ളത്. അവരൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാരാണ്. പാട്ടും കളിയും ചിരിയുമായി തങ്ങളുടെ സ്കൂൾ വിശേഷങ്ങൾ പലരും പങ്കിട്ടു. ഉച്ചഭക്ഷണത്തിന് ശേഷം നടന്ന കലാപരിപാടിയിൽ അംഗങ്ങളിൽ ഒരാളുടെ മകനും ഗായകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ വിമോജ് മോഹൻ നയിച്ച ഗാനമേളയും ഉണ്ടായിരുന്നു.